പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിൻഡോസിൽ നമുക്ക് എങ്ങനെ മലയാളം വോയിസ് ടൈപ്പിംഗ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് വിൻഡോസ് കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാറ്ററോ നമുക്ക് മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യാം. സംസാരിച്ചാൽ മാത്രം മതി, അത് തനിയെ അക്ഷരങ്ങളായി മാറും. നമുക്ക് അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ഗൂഗിൾ തന്നെ അതിനുള്ള സൗകര്യം തരുന്നുണ്ട്. ഗൂഗിൾ ഡോക്ക്, അതായത് ഗൂഗിൾ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഓൺലൈനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്കത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ജിമെയിൽ ഓപ്പൺ ചെയ്യുക, അത് സൈൻ ഇൻ ചെയ്യുക. ഞാനത് ആൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ ഡോക്ക് എന്ന് പറഞ്ഞ് ക്രോം ബ്രൗസറിൽ നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്നുണ്ട് ഗൂഗിൾ ഡോക്സ്, ഓൺലൈൻ ഡോക്യുമെൻ്റ് എഡിറ്റർ. നമുക്ക് വേഡ് പോലെ, അതായത് നമ്മൾ വേഡിൽ എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം നമുക്ക് ഈ ഗൂഗിൾ ഡോക്കിൽ ചെയ്യാൻ കഴിയും. ഇത് ഓൺലൈൻ സേവനമാണ്, അതായത് ഒരു ക്ലൗഡ് സേവനമാണ്. ഇങ്ങനെ വന്നിട്ട് ഇതിനകത്ത് ഗോ ടു ഡോക്സ്, ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ ബ്ലാങ്ക് പേജ് എടുക്കുക. ഇങ്ങനെ വരുന്ന ഈ ഭാഗത്ത് നിന്ന് നമുക്കിവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ടൈപ്പ് ആകുന്നില്ല. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ആദ്യം നമ്മൾ ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ഗൂഗിൾ ട്രാൻസ്ലിറ്ററേഷനാണ് ആ സംവിധാനം തരുന്നത്. അതിന് നമ്മൾ ടൂൾസിൽ പോവുക. അതിൽ ട്രാൻസ്ലേറ്റ് ഡോക്യുമെൻ്റ് എന്ന ഈ ഒരു മെനു ടാപ്പ് ചെയ്യുക. ഇങ്ങനെ വരുന്ന ഈ ഒരു വിൻഡോയിൽ ചൂസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ട്രാൻസ്ലേറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു വിൻഡോയിൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ആയിക്കഴിഞ്ഞു. ഇതാ കണ്ടോ, നമ്മുടെ മലയാളം. അപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് മാറും. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം എന്ന് പറഞ്ഞടിച്ചാൽ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് മാറുന്നത് കാണാം. കണ്ടോ? ഇനി നമുക്ക് വോയിസിൽ, അതായത് സംസാരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത് ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ സംസാരിച്ചാൽ മാത്രം മതി, അക്ഷരങ്ങൾ തന്നെ വരും. അതിന് വീണ്ടും നമ്മൾ ടൂൾസിൽ പോവുക. അതിനകത്ത് വോയിസ് ടൈപ്പിംഗ് എന്ന ഈ ഒരു മെനു ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മൈക്കിൻ്റെ ഒരു രൂപം വരും. ഈ മൈക്കിൻ്റെ രൂപം വരുമ്പോൾ ലാപ്ടോപ്പിലാണെങ്കിൽ നമുക്ക് മൈക്ക് ഇൻബിൽറ്റ് ആണ് മിക്കവാറും എല്ലാ ലാപ്ടോപ്പിലും. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഹെഡ്സെറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നല്ലൊരു മൈക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതാണ് ക്ലിക്ക് ടു സ്പീക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു സംഭവം വരും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ? ഇപ്പോൾ തിരുവനന്തപുരം. ഇനി അവൻ, കൃഷ്ണൻ, ഓക്കെ. അപ്പോൾ മിക്കവാറും എല്ലാ അക്ഷരങ്ങളും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില അക്ഷരങ്ങളും മിക്കവാറും മലയാളത്തിലുള്ള എല്ലാ അക്ഷരങ്ങളും നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് വേറൊരു സംവിധാനമുള്ളത്, നമ്മൾ വേർഡിൽ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെയും നമുക്ക് ഇതിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ ഞാൻ ഇതൊരു മോഡലാക്കി വെച്ചിട്ട് വേർഡിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ക്ലൗഡ് സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും. ഇതിൽ പാരഗ്രാഫ് ടാബ് പ്രസ് ചെയ്യുക, പിന്നെ ജസ്റ്റിഫൈ ചെയ്യുക. ഇവിടെ ജസ്റ്റിഫൈയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റിഫൈ ചെയ്യുക. ഇനി അടുത്ത് ഇത് കോപ്പി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാം. അടുത്ത് പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പേസ്റ്റ് ചെയ്യുക. കണ്ടോ? ഇനി അടുത്ത് ഇതിന് സ്പേസ് ഇടണമെങ്കിൽ നമുക്ക് സ്പേസ് കൊടുക്കാം. കണ്ടോ? ലൈൻ സ്പേസ് 1.5 കൊടുക്കാം, ഡബിൾ കൊടുക്കാം, സിംഗിൾ കൊടുക്കാം.
സ്പേസ് ആയത് കണ്ടോ. നമ്മൾ വേർഡിൽ എന്തൊക്കെ ചെയ്യുമോ, ഇപ്പോൾ ബോൾഡ്, ഇത് ബോൾഡ് ആക്കണം, ഇറ്റാലിക്സ് ആക്കണം, അണ്ടർലൈൻ ആക്കണം, കളർ മാറ്റണം, ഒക്കെയും നമുക്ക് ഇതിൽ ഈ ക്ലൗഡ് സേവനത്തിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിൽ കൈകൊണ്ട് ടൈപ്പ് ചെയ്താലും അത് മലയാളത്തിലേക്ക് മാറും. നമ്മൾ വോയിസ് വഴി സംസാരിച്ചാലും നമുക്ക് മലയാളത്തിലേക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ പെട്ടെന്നൊരു ലെറ്റർ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സംസാരിച്ചു കൊണ്ട് തന്നെ അത് ടൈപ്പ് ചെയ്യാം. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അക്ഷരം എറർ വരികയാണെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. ഓക്കെ, കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.